തിരുവനന്തപുരം മേയറായി വി രാജേഷ് ചുമതലയേറ്റു. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 51 വോട്ട് നേടി BJPക്ക് ലഭിച്ചു. CPM അവരുടെ 29 വോട്ട് ലഭിച്ചു. പക്ഷേ കോൺഗ്രസിന്റെ 2 വോട്ട് എങ്ങോട്ട് പോയി? ഇത് വളരെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. BJPക്ക് ഒരു പ്ലാൻ ബി ഉണ്ട് എന്നുള്ളത്. കാരണം ഇവിടെ ഏതെങ്കിലും കാരണവശാൽ BJPയുടെ ഒരു സീറ്റ് അട്ടിമറിച്ചാൽ 2 സീറ്റുകൾ LDFിൽ നിന്നോ UDFിൽ നിന്നോ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നേരത്തെ ഞാനിവിടെ പ്രവചിച്ചിരുന്നതാണ്. അത്തരത്തിലൊരു അട്ടിമറിയാണോ നടന്നത്? ഇപ്പോൾ അത്തരത്തിലുള്ള അട്ടിമറിക്ക് ഒരു ആവശ്യമില്ല എങ്കിൽ പോലും അത്തരത്തിലൊരു അട്ടിമറിക്കുള്ള സാധ്യതകൾ ഭാവിയിൽ ഉരുത്തിരിയുന്നതിന് കൂടി ഇത് കാരണമാക്കും എന്നുള്ളതാണ്. കാരണം UDFിൻ്റെ വിപ്പ് ലംഘിച്ചു കഴിഞ്ഞാൽ ഇവരെ UDFിന് വേണമെങ്കിൽ പുറത്താക്കാം. 2 പേരെ പുറത്താക്കിയാൽ അവർ ചിലപ്പോൾ തൽക്കാലത്തേക്ക് പിടിച്ചു നിന്നാലും പിന്നീട് അവർക്ക് വീണ്ടും ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവസരം വന്നാൽ ഈ 2 പേരും ക്ലീറ്റസ് ആകട്ടെ നന്തൻകോട് നിന്ന് ജയിച്ചതോ അതുപോലെ തന്നെ വെങ്ങാനൂരിൽ നിന്ന് ജയിച്ച ലതികയാവട്ടെ ഇവരൊക്കെ ചെറിയ ഭൂരിപക്ഷത്തിനാണ്. വെങ്ങാനൂർ BJPക്ക് 46 വോട്ടിനാണ് ആ സീറ്റ് നഷ്ടപ്പെട്ടത്. അപ്പോൾ വലിയ സാധ്യതകൾ മുന്നിൽ കാണുന്ന ചിലത് ഇതിനകത്തുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, നാം ഇപ്പോൾ കുറച്ച് നാളുകളായി തന്നെ ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ പിഴവ് സംഭവിക്കുന്നത് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിന്റെ നേതാക്കൾക്കുമാണ്. ഇതിന്റെ രോഗമാണോ? ഇത് മനഃപൂർവ്വമുള്ള പിഴവാണോ അതോ വെറും ഒപ്പിലെ പിഴവാണോ എന്നുള്ളത് ഇനിയും കണ്ടെത്തി. ഏറ്റവും അവസാനം നാം കണ്ടത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്നു വലിയ പിഴവുകൾ. അതുപോലെ തന്നെ ഹിമാചലിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മനു അഭിഷേക് സിംഗ്വിയെ അവർ ജയിപ്പിച്ച് MP ആയിട്ട് രാജ്യസഭയിൽ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിനെ കാലുവാരി തോൽപ്പിക്കുകയുണ്ടായി. അവിടെ BJP ആണ് ആ സീറ്റും നേടിയത്. അപ്പോൾ ഇതുപോലെ പല കളികൾ കേരളത്തിലും ഇന്ത്യയിലും, കേരളത്തിൽ ഇത് കുറവാണെന്ന് വേണേൽ പറയാൻ, അത്തരത്തിലുള്ളത് പലതും നടക്കാറില്ല. പക്ഷേ നിർണായകമായ മേയർ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു കൈപ്പിഴവ് വന്നതാണോ എന്ന് 1000 വട്ടം UDF ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു സാഹചര്യം പ്ലാൻ ബി ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ ചാനലിൽ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഇത്തരം ഒരു പ്ലാൻ ബിക്ക് ചിലപ്പോൾ സാധ്യത വന്നേക്കാം. അപ്പോൾ ഇത് പ്ലാൻ ബിയുടെ ഭാഗമാണോ അതോ ശരിക്കും അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്നുള്ളത് UDF പരിശോധിക്കേണ്ടതാണ്, അവരുടെ അംഗങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അല്ല, അതെന്തുകൊണ്ട് കോൺഗ്രസിന് മാത്രം അങ്ങനെ സംഭവിക്കുന്നു? CPMനും 29 വോട്ട് ഉണ്ടായിരുന്നു. അതെ, അത് അവരുടെ ക്ലാസ്സും ട്രെയിനിങ്ങും വരെ അത്തരത്തിൽ നടത്തും. അവർ ഓരോ സ്ഥാനാർത്ഥിയുടെയും പുറകിൽ, ഓരോ കൗൺസിലറുടെയും പുറകിൽ ഉണ്ടാവും. അതാണ് CPMൻ്റെയും LDFിൻ്റെയൊക്കെ നയം. വോട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ അവരുടെ കൂടെ ഉണ്ടാവും. ഇതിലെന്ത് പിഴവ് വന്നു എന്നുള്ളത് ഇനിയും വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് തിരുവനന്തപുരത്തെ പോലുള്ളൊരു സ്ഥലത്ത് UDFന് പിഴവ് വന്നു എന്ന് പറയുന്നത് തന്നെ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ വിഷയമാകേണ്ടതാണ്. ഇത് പിഴവാണോ അതോ പിഴവിലൂടെ നടന്ന ഒരു കളിയാണോ എന്ന് വരെ ഇനി ഭാവിയിൽ വിശകലനം ചെയ്യാനിരിക്കുന്ന ഒരു രാഷ്ട്രീയ പടക്കത്തിന് തീ കൊളുത്താനാണ് ഈ അവസരം ഉപയോഗിക്കുക. അല്ല, അത് ഉപയോഗിക്കാൻ പോകുന്ന CPM ആയിരിക്കുമല്ലോ. ഇപ്പോൾ തന്നെ CPM പറയുന്നുണ്ട്, വോട്ടിൻ്റെ ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങളെ തോൽപ്പിച്ചത് BJP UDF സഖ്യമാണ്. കോൺഗ്രസ് പല സീറ്റുകളിലും BJPക്ക് വോട്ട് മറിച്ച് നൽകിയത് കൊണ്ടാണ് ഈ വിജയം ഉണ്ടായതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ ആരോപണത്തിന് ശക്തി പകരുന്നതല്ലേ ഈ 2 പിഴവുകൾ? അത്തരത്തിൽ ഒരുപാട് രാഷ്ട്രീയ വിശകലനങ്ങൾക്ക് ചിലപ്പോൾ വഴിവെച്ചേക്കാവുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ 2 വോട്ടുകൾ ഇത്ര അനായാസമായിട്ട് അസാധുവാകുന്നത് ഒരു സാഹചര്യം സാധാരണമല്ല. ഇത് സാധാരണ മെമ്പർമാരല്ല, എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടിയ 19 അംഗങ്ങളാണ്. അവർ കൃത്യമായി വോട്ട് ചെയ്തു എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ശബരിനാഥനുണ്ട്, ഇതിൻ്റെ ചുമതല കൊടുത്ത K മുരളീധരനുണ്ട്. ഇതൊക്കെ പഞ്ചായത്തിൽ പോലും ഇത്തരം പിഴവുകൾ സാധാരണഗതിയിൽ കേരളത്തിൽ നിന്നും സംഭവിക്കാറില്ല. അപ്പം വളരെ നിർണായകമായൊരു മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഇത്തരം ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ആ പിഴവിൻ്റെ പഴി 2026 ഇലക്ഷൻ തീരുന്നവരെയെങ്കിലും കേൾക്കാൻ തയ്യാറാവേണ്ടി വരും എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി അങ്ങോട്ട് BJPയുടെ ഭരണം എങ്ങനെയായിരിക്കും? BJPയുടെ ഭരണം അവർക്ക് തീർച്ചയായിട്ടും 50 എന്നുള്ള ഫിഗറിലാണ് നിർത്തുന്നത്. ഇപ്പോൾ ഒരു സ്വതന്ത്രൻ പിന്തുണ കൊടുത്തിട്ടുണ്ട്, ആ പിന്തുണ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 50 കണക്കാക്കി മുന്നോട്ട് നീങ്ങേണ്ട സാഹചര്യം തന്നെയാണുള്ളത്.
ബാക്കി 50 51 പേരെയും തൃപ്തിപ്പെടുത്തേണ്ടി കൊണ്ടുപോകേണ്ട ബാധ്യതയും വി രാജേഷിനുണ്ട്. അതുകൊണ്ടാണ് വി രാജേഷിനെ തന്നെ മേയറാക്കുന്നതിനുള്ള പ്രധാന കാരണം. ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു മേയർ, പിന്നെ കഴിഞ്ഞ 5 വർഷം ഈ നഗരസഭയിലെ എല്ലാ കളികളും കണ്ടൊരു മേയർ, രാഷ്ട്രീയമായിട്ട് നടന്ന എല്ലാ കുതന്ത്രങ്ങളും അറിയാവുന്ന ഒരു മേയർ, ആരെ എങ്ങനെ പൂട്ടണമെന്നറിയാവുന്ന ഒരു മേയറാണ്. കാരണം കഴിഞ്ഞ കൗൺസിലിൽ വലിയ അഴിമതികൾ കാണിച്ച ചിലരൊക്കെ ഉണ്ട്. അവരെ പൂട്ടി നിർത്താനും കൂടെ ഈ മേയർക്ക് കഴിയുമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അങ്ങനെ പറയുമ്പോഴും ഈ കോർപ്പറേഷനിലെ കിങ് മേക്കറായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പിന്തുണ ഇദ്ദേഹത്തിന് ലഭിക്കുമോ? രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലൊന്നും പ്രതീക്ഷിക്കാത്ത ഒരാളാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹത്തിന് പൊതു തീരുമാനം എന്നുള്ളത് കവിഞ്ഞ് എനിക്ക് എൻ്റേതായൊരു കടുംപിടി ഇല്ല എന്ന് പലതിലും അദ്ദേഹം തെളിയിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ആ ചിത്രങ്ങൾ അങ്ങനെയല്ല. കോർപ്പറേഷനുള്ളിൽ രാജീവിൻ്റെ മുഖഭാവവുമായി വരുന്ന ചിത്രങ്ങൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത്. അല്ല, അത് തീർച്ചയായിട്ടും താൻ ഉദ്ദേശിച്ച കൊണ്ടുവന്ന ചില കാര്യങ്ങൾ അതുപോലെ നടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതനുസരിച്ച് ഇനി ഭാവിയിൽ പല കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വേണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടത്. കാരണം അദ്ദേഹം ഇട്ട ചില സ്ട്രാറ്റജികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. BJPക്ക് ചില നിർണായകമായ വിജയം നേടുന്നതിന് ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്നലെ മുതൽ ഇവിടെ നടക്കുന്ന കേക്കും കിക്കും ഉള്ള പ്രചരണങ്ങൾ, അതെല്ലാം ദുഷ്പ്രചരണങ്ങളാണെങ്കിലും അതെല്ലാം വെറും ഊഹാപോഹങ്ങളാണെങ്കിൽ പോലും അത് പല ക്രിസ്ത്യൻ മനസ്സിലും മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ ഒരു 50,000-ലധികം സ്ഥലങ്ങളിൽ ക്രിസ്മസ് കരോൾ നടന്നിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് നടന്ന ഒരു ആക്രമണത്തെ ചൊല്ലിയാണ്. എന്നാൽ DYFIയുടെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണത്തെ താഴ്ത്തി വെച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ BJP അല്ല, സംഘപരിവാറിലെ ആരോ ആണെന്ന് പറയുന്ന ഒരു വിഭാഗം നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞ് തന്നെ അത് വലിയ ഹൈലൈറ്റ് ചെയ്യുകയുണ്ടായി. ലക്ഷക്കണക്കിന് കരോളുകൾ ഇന്ത്യ ഒട്ടാകെ നടന്നപ്പോൾ 3-4 സംസ്ഥാനങ്ങളിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഈ ലക്ഷങ്ങൾ നടന്നത് ഭംഗിയായിട്ട് നടന്നിട്ടും ഒരു 4 എണ്ണം അല്ലാതെ വന്നതിനെ വക്രീകരിച്ചുകൊണ്ടും പർവ്വതീകരിച്ചുകൊണ്ടും മുന്നോട്ട് വന്ന് ഇന്നലെ കേരളത്തിൻ്റെ മനസ്സിനെ നമ്മുടെ മാധ്യമങ്ങളും ചില പ്ലാൻഡ് ആയിട്ടുള്ള ചില വർഗീയവാദികളുമൊക്കെ ചേർന്നുകൊണ്ട് അതിനെ BJP ക്രിസ്ത്യാനികളെ ആവശ്യം വരുമ്പോൾ സ്വീകരിക്കും, അല്ലാത്തപ്പോൾ ചവിട്ടുകയും ചെയ്യുകയാണ്. കേക്കും കൊണ്ട് വരുന്നത് സ്വീകരിക്കരുത് എന്നുള്ളൊരു മുദ്രാവാക്യം തന്നെ കേരളത്തിൽ വയ്ക്കുന്നതിനുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരം പല പ്രചരണങ്ങൾ ഇനിയും വരും. അപ്പോൾ അതൊക്കെ മുന്നോട്ട് ധീരമായി കൊണ്ടുപോകുന്നതിന് രാജീവ് ചന്ദ്രശേഖരന് ഇനിയും ഒരുപാട് പ്ലാനിങ്ങുകൾ, ഒരുപാട് ഔട്ട്റീച്ചുകൾ, ഒരുപാട് വിതിൻ ദ ഗ്രൂപ്പ് ഉള്ള സമവായങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് കടുംപിടുത്തം ഒന്നിലുമില്ല. തൻ്റെ ആൾ തന്നെ മേയറാവണം, തൻ്റെ ആൾ തന്നെ MLA ആവണം എന്നൊന്നും അദ്ദേഹത്തിന് പൂർണ്ണമായും നിർബന്ധമില്ല. താമര വിരിയാനുള്ളൊരവസരം ഇല്ലാതാക്കരുതെന്ന് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഇന്നേവരെയുള്ള അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രത്തിൻ്റെ തെട്ടൂരവും അതുതന്നെയാണ്. ഏറ്റവും കൂടുതൽ താമര വിരിയിക്കുക, വോട്ടിംഗ് പെർസെൻറ്റേജിനോടൊപ്പം സീറ്റ് പെർസെൻറ്റേജും വർദ്ധിപ്പിക്കുന്ന ജോലിയായിരിക്കും രാജീവ് ചന്ദ്രശേഖറിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. അതിന് അദ്ദേഹം ഇവിടുത്തെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകേണ്ട, തനിക്ക് ഒപ്പം എല്ലാവരും നിൽക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെ ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധൻ്റെ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി വിവിധ തലങ്ങളിൽ നിൽക്കുന്ന, വിവിധ ബ്രെയിൻ വർക്കുകളുള്ള, വിവിധ സ്കിൽ ഉള്ള, വിവിധ എഫിഷ്യൻസികൾ കാണിച്ചിട്ടുള്ളവരെ എല്ലാം ഒന്നിച്ചു നിർത്തുകയും എഫിഷ്യൻസി കുറവായവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന് സംഘടന മുന്നോട്ട് കൊണ്ടുപോയി 2026 കൂടുതൽ താമര വിരിയിച്ചുകൊണ്ടൊരു ചരിത്രം സൃഷ്ടിക്കാൻ ഉള്ള നിയോഗമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതുതന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്നുമാണ് എനിക്ക് ഉറപ്പുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.